ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആതിര. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മൊഡ്യൂളിലെ മൂന്നാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ക്യാപിറ്റൽ സ്ട്രക്ചറുമാണ് പറയുന്നത്. ഫസ്റ്റ് പാർട്ടിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ പറ്റി പറയാം. സെക്കൻഡ് പാർട്ടായിട്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ ഇടാം. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിഫറെൻറ്റ് ടൈപ്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതായത് കോസ്റ്റ് ഓഫ് ഡെറ്റ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, അതെല്ലാവരും നോക്കണം. ഇപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണുക. പിന്നെ ചെറിയ 2 പ്രോബ്ലംസും പറയുന്നുണ്ട്. ആ പ്രോബ്ലംസ് നോട്ട് ചെയ്ത് വയ്ക്കുകയും ചെയ്യുക. നമുക്ക് എക്സാം ടൈമിൽ അത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസ് എല്ലാവരും ഫുള്ളായി കാണാൻ വേണ്ടി ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. The cost of capital of a firm is the minimum rate of return expected by its investors. Cost of capital എന്ന് വെച്ചാൽ എന്താണ്? ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ജനറലി ഹയർ ദ റിസ്ക് ഇൻവോൾവ് ഇൻ ദ ഫേം ഹയർ ഈസ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. റിസ്ക് കൂടുതലാകുന്തോറും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഹയർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആകുമ്പോൾ റിസ്ക്കും ഹയർ ആയിരിക്കും. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് ഓർമ്മ വരണം? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് ഓർമ്മ വരണം. ഇതുകൂടാതെ ഇത് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ക്യാപിറ്റൽ സ്ട്രക്ചറും ആ 2 പാർട്സ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ പാർട്സ് ഫിനാൻസിങ് ഡിസിഷനായി ബന്ധപ്പെട്ട്, സോഴ്സസ് ഓഫ് ഫിനാൻസായി ബന്ധപ്പെട്ട് 2 പാർട്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്ത്. ആ 2 പാർട്സും എല്ലാവരും കാണണം. ഇപ്പം നമ്മുടെ എക്സാമിൻ്റെ ഇതൊക്കെ വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ, സാധാ പണ്ടത്തെ പോലെയല്ല, കുറച്ചും കൂടി കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഒരു ഓവറോൾ ഐഡിയ എന്തായാലും ഉണ്ടാക്കിയിരിക്കുക. പണ്ടത്തെ MCQ മാത്രം നോക്കിയാൽ പോരാ, നിങ്ങൾ ക്ലാസ് അല്ലാതെ കാണുകയും ചെയ്യണം. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. കോസ്റ്റിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? ഒന്നാമത്തേത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആർ ബുക്ക് കോസ്റ്റ് വിച്ച് ആർ റിലേറ്റഡ് ടു ദ പാസ്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കോസ്റ്റാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂച്ചർ കോസ്റ്റ് എന്തായിരിക്കും? ഫ്യൂച്ചർ കോസ്റ്റ് ഇത് ഫീ അല്ല, ഫ്യൂച്ചർ ആട്ടോ. ഫ്യൂച്ചർ കോസ്റ്റ് ആർ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഫോർ ദ ഫ്യൂച്ചറിലേക്കുള്ളതാണ് ഫ്യൂച്ചർ കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ എന്ന് പറയുന്ന പാസ്റ്റും ഫ്യൂച്ചറിലേക്കുള്ള കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് ഫ്യൂച്ചർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻ ഫിനാൻസിങ് ഡിസിഷൻ ഫ്യൂച്ചർ കോസ്റ്റ് ആർ മോർ റെലവൻറ്റ് ദാൻ ദ ഫ്യൂച്ചർ കോസ്റ്റ് ആണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിനേക്കാളും റെലവൻറ്റ്. ഇവിടെ ഹിസ്റ്റോറിക്കൽ എന്നാണ്. ഫ്യൂച്ചർ കോസ്റ്റ് ആണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിനേക്കാളും ഏതിൽ? ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിൽ റെലവൻറ്റ്. ഹവവർ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആക്ട് ആസ് എ ഗൈഡ് ഫോർ ദ എസ്റ്റിമേഷൻ ഓഫ് ഫ്യൂച്ചർ കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് വച്ചിട്ടാണ് നമുക്ക് ഫ്യൂച്ചറിൽ എന്ത് കോസ്റ്റ് വരുമെന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് സ്പെസിഫിക് കോസ്റ്റ് ആൻഡ് കോമ്പോസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്? Specific cost refers to the cost of a specific source of capital, while composite cost is combined cost of various sources of capital. ഇപ്പോൾ സ്പെസിഫിക് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ സ്പെസിഫിക് കോസ്റ്റ് എന്നും, കമ്പോസിറ്റ് കോസ്റ്റ് അതായത് പല സോഴ്സസ് ഓഫ് ക്യാപിറ്റലിൻ്റെ ടോട്ടലായിട്ടുള്ള കമ്പോസിറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതിനെ കമ്പോസിറ്റ് കോസ്റ്റും എന്ന് അറിയപ്പെടുന്നു. ഇറ്റ് ഈസ് ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. ഇൻ കേസ് മോർ ദാൻ വൺ ഫോം ഓഫ് ക്യാപിറ്റൽ ഈസ് യൂസ്ഡ് ഇൻ ദ ബിസിനസ് ഇറ്റ് ഈസ് ദ കമ്പോസിറ്റ് കോസ്റ്റ് വിച്ച് ഷുഡ് ബി കൺസിഡർഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഇപ്പോൾ കുറേ മോർ ദാൻ വൺ ഫോം ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യണം? കമ്പോസിറ്റ് കോസ്റ്റ് വേണം ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാതെ സ്പെസിഫിക് കോസ്റ്റ് അല്ല. ബട്ട് വെർ ഓൺലി one type of capital is employed, the specific cost of that type of capital may be considered. ഒരു ടൈപ്പ് ക്യാപിറ്റലാണ് എംപ്ലോയ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് നോക്കിയാൽ മതി? സ്പെസിഫിക് കോസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ ക്യാപിറ്റൽ ഫോംസ് ഉണ്ടെങ്കിൽ കമ്പോസിറ്റ് കോസ്റ്റും, ഒരെണ്ണം ഉള്ളെങ്കിൽ അതിന് സ്പെസിഫിക് കോസ്റ്റും. ഇനി എന്താണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഇംപ്ലിസിറ്റ് കോസ്റ്റും? An explicit cost is the discount rate which equates the present of cash inflow with the present value of cash outflow. Explicit cost, implicit cost. Okay. In other words, it is the internal rate of return. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? Internal rate of return എന്ന് പറയും. അപ്പോൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? Internal rate of return ആണ്.
An explicit cost is the discount rate which equate the present value of cash inflow with the present value of cash outflow. Present value of cash inflowയും present value of cash outflowയും ഇക്വേറ്റ് ചെയ്യുന്ന ആ ഒരു ഡിസ്കൗണ്ട് റേറ്റ് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നും പറയും. Implicit cost is also known as opportunity cost. Implicit cost എന്നറിയപ്പെടുന്നത് opportunity cost ആണ്. It is the cost of the opportunity foregone in order to a particular project. നമുക്കറിയാം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒരെണ്ണം കിട്ടാൻ വേണ്ടി മറ്റത് ത്യജിക്കുന്നു അല്ലേ? അപ്പോൾ അതിന് എവിടെയും വരുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇസ് ദ കോസ്റ്റ് ഓഫ് ദ ഓപ്പർച്യൂണിറ്റി ഫോർഗോൺ ഇൻ ഓർഡർ ടു മേക്ക് അപ്പ് എ പർട്ടിക്കുലർ പ്രൊജക്റ്റ്. എക്സ്പ്ലിസിറ്റ്, ഇംപ്ലിസിറ്റ്. Then average cost and marginal cost. Average cost refers to the combined cost of various sources of capital such as debentures, preference shares, equity shares, etc. ആവറേജ് കോസ്റ്റ് ഏതിൻ്റെയൊക്കെ? ഡിബെഞ്ചേഴ്സ്, പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസിൻ്റെയൊക്കെ ഒരു കമ്പൈൻഡ് കോസ്റ്റാണ് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. മാർജിനൽ കോസ്റ്റോ? മാർജിനൽ കോസ്റ്റ് റെഫേഴ്സ് ടു ദ ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിച്ച് ഹാസ് ടു ബി ഇൻകോർഡ് ടു ഒബ്റ്റെയിൻ അഡീഷണൽ ഫണ്ട്സ് റിക്വയർഡ് ബൈ ദ ഫേം. നമ്മൾ കോസ്റ്റിംഗ് പഠിച്ച സമയത്താണ് തോന്നുന്നു, ഞാൻ പറഞ്ഞില്ലേ മാർജിനൽ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തോ ഓർമ്മ വരണം? അഡീഷണൽ എന്ന് ഓർമ്മ വരണം. അപ്പോൾ അഡീഷണൽ കോസ്റ്റ് ഇൻകോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 4 ടൈപ്സ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റിൻ്റെ കീഴിൽ നമ്മൾ പഠിച്ചു. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ കോസ്റ്റ്, പിന്നെ എന്തായിരുന്നു? സ്പെസിഫിക് ആൻഡ് കമ്പോസിറ്റ് കോസ്റ്റ്, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്, ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. ഇനി നമുക്ക് കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്താണെന്ന് നോക്കാം. ഇനി നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇതിലേക്ക് പോവുകയാണ്. അപ്പം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്തായിരുന്നു? മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ഫെച്ച് സോ ആസ് ടു മേക്ക് ഇറ്റ്സ് മാർക്കറ്റ് വാല്യൂ ഇൻടാക്ട്. അതായത് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് ഓർത്ത് വെച്ചാൽ മതി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്താണ്? റിട്ടേൺ ദാറ്റ് ദ ഇക്വിറ്റി ഫിനാൻസ്ഡ് പോർഷൻ ഷുഡ് ഫിച്ച്. എന്താണോ ഇക്വിറ്റി ഫിനാൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ, അതാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ റിട്ടേൺ ദാറ്റ് ദ പ്രിഫറൻസ് ഫിനാൻസ്ഡ് പോർഷൻ ഷുഡ് ഫെച്ച്. പ്രിഫറൻസ് ഫിനാൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്, അതിൻ്റെ റിട്ടേൺ ആണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ നമ്മൾ ഇനി ഡെറ്റ്, കോസ്റ്റ് ഓഫ് ഡെറ്റാണ് പഠിക്കാൻ പോകുന്നത്. Capital collected by issuing debentures or bonds and long-term loans is collectively called debt capital. Debt capital എന്ന് വെച്ചാൽ എന്താണ്? ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് അല്ലെങ്കിൽ ബോണ്ട്സ് ഇഷ്യൂ ചെയ്ത് ലോങ് ടേം ലോൺസ് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ട് നമ്മൾ ക്യാപിറ്റൽ കളക്ട് ചെയ്യും. അതിനെയാണ് ഡെറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് ലോങ് ടേം ലോൺസ്, അതാണ് ഡെറ്റ് ക്യാപിറ്റൽ. ഓക്കെ, ഇതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെയായിരിക്കും? ഫിക്സഡ് ആയിരിക്കും അല്ലെ? ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ്? ഫിക്സഡ് ആണ്. ഇനി therefore the cost of debt capital can be computed on the basis of the following factors: net cash inflow resulting from raising debt, net cash outflow due to repayment of debt. ഇങ്ങനെ 2 ഫാക്ടേഴ്സിൻ്റെ ബേസിലാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഡെറ്റ് ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? നെറ്റ് ക്യാഷ് ഇൻഫ്ലോ റിസൾട്ടിങ് ഫ്രം റേസിംഗ് ഡെറ്റും നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ ഡ്യൂ ടു ദ റീപേയ്മെൻറ്റ് ഓഫ് ഡെറ്റും. ഓക്കെ, ഇനി based on the net cash inflow and cash outflow as mentioned above, cost of debt is calculated as follows. എങ്ങനെയൊക്കെയാണ് കോസ്റ്റ് ഓഫ് ഡെറ്റ് കണ്ടുപിടിക്കുന്നത്? ഒന്നാമത്തെ പോയിന്റ് ആണ് കോസ്റ്റ് ഓഫ് പെർപെക്ച്വൽ ഡിബെഞ്ചർ അല്ലെങ്കിൽ ഇർറിഡീമബിൾ ഡെറ്റ്. ഇർറിഡീമബിൾ Normally, the time of repayment of debt will be decided and declared at the time of raising debt or issuing debentures. സാധാരണ രീതിയിൽ എങ്ങനെയാണ്? നേരത്തെ തന്നെ റീപേയ്മെൻറ്റ് ടൈം എപ്പോഴാണ് നേരത്തെ ഡിസൈഡ് ചെയ്തു വയ്ക്കും. However, a debt which is not redeemable is called perpetual debt. റിഡീം ചെയ്യാൻ പറ്റാത്ത ഡെറ്റിനെ എന്ത് ചെയ്യും? റീപേയ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്തതിനെയാണ് പെർപച്വൽ ഡെറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇർറിഡീമബിൾ ഡെറ്റ് എന്ന് പറയുന്നത്. In the case of perpetual debt, the firm is liable to pay interest periodically, but principal amount is not repaid during the lifetime of the firm. ഇൻട്രസ്റ്റ് കൊടുക്കണം പീരിയോഡിക്കലി, പക്ഷേ പ്രിൻസിപ്പൽ എമൗണ്ട് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ 2 തരമുണ്ട് കേട്ടോ. 2 തരം, ആഫ്റ്റർ ടാക്സും ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ് കാണാനുള്ള ഇക്വേഷനും ഉണ്ട്, ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ് കാണാനുള്ള ഇക്വേഷനും ഉണ്ട്. നമുക്കങ്ങനെ വരില്ല
വരില്ല എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ സമയം കൂട്ടിയോണ്ട് നമുക്ക് കറക്റ്റ് അറിയില്ല. എന്നാലും നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾക്കപ്പോൾ ഞാൻ പറയുന്ന കേട്ടെങ്കിലും എക്സാമിനൊന്ന് ഓർത്തെടുക്കാൻ പറ്റുവാണെങ്കിലോ അല്ലേ. ഒന്നാമത്തെ നോക്കി, ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ്. ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റിൽ കെ ഡി എങ്ങനെ കാണണം? കെ ഡി ഈക്വൽ ആർ ഡിവൈഡഡ് ബൈ ഡി ഇൻറ്റു 100. ഓക്കെ, കെ ഡി ഈക്വൽ ആർ ഡിവൈഡഡ് ബൈ ഡി ഇൻറ്റു 100. അതാണ് ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ്. ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ആർ ബൈ ഡി ഇൻറ്റു 100 ചെയ്യുന്നത്. ആർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ആനുവലി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഡി എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഡെറ്റ് ആണ്. അപ്പോൾ ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഡി എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഡെറ്റുമാണ്. ഓക്കെ, നെറ്റ് പ്രൊസീഡ്സ് include premium when debentures are issued at a premium. Similarly, the amount after discount when issued at a discount. ഇവിടെ ഡെറ്റിൻ്റെ വാല്യൂ എങ്ങനെയാണ്? നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ഡെറ്റ് കളക്റ്റഡ് ആണ് കാണിക്കേണ്ടത്. അതായത് പ്രീമിയത്തിലാണെങ്കിൽ പ്രീമിയത്തിൻ്റെ എമൗണ്ടും ഡിസ്കൗണ്ടിലാണെങ്കിൽ ആ ഡിസ്കൗണ്ടും ആണ് കാണിക്കേണ്ടത്. ഡിസ്കൗണ്ട് അല്ല, ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ ഡിസ്കൗണ്ട് ആണ് കാണിക്കേണ്ടത്. ഇപ്പോൾ ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ആർ ബൈ ഡി ഇൻറ്റു 100 ആണ്. ഇനി ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ് കാണാനുള്ള ഇക്വേഷനാണ് കെ ഡി ഈക്വൽ ആർ ഇൻറ്റു 1 മൈനസ് ടി ഡിവൈഡഡ് ബൈ ഡി ഇൻറ്റു 100. ഇവിടെയും കോസ്റ്റ് ഓഫ് ഡെറ്റ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. മുകളിൽ എന്ത് വരണം? 1 മൈനസ് ടി എന്നത് വന്നാൽ മതി. അതായത് ടാക്സ് കളഞ്ഞിട്ട് ആഫ്റ്റർ ടാക്സ് അല്ലേ. അപ്പം ആർ ഇൻറ്റു 1 മൈനസ് ടി ഡിവൈഡഡ് ബൈ ഡി ഇൻറ്റു 100. അല്ലെങ്കിൽ ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെറ്റ് ഇൻറ്റു 1 മൈനസ് ടി. ഇതിൽ ആർ എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഡി വാല്യൂ ഓഫ് ഡെറ്റ്, ടി എന്തായിരിക്കും? ടാക്സ് റേറ്റ് ആയിരിക്കും. ഓക്കെ, ഇത്രയാണ്. ഇത് രണ്ടെണ്ണമാണുള്ളത്. ഇനി ഇതിൻ്റെ ഒരു ചെറിയ പ്രോബ്ലമാണ്, കുഞ്ഞി പ്രോബ്ലം. ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് നേരെ കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രോബ്ലമാണ്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രോബ്ലംസ് നോക്കുവാണെങ്കിൽ, ഞാൻ ഇപ്പോൾ നമ്മുടെ സാക്രിഫൈസിങ് റേഷ്യോയൊക്കെ പാർട്ട്ണർഷിപ്പ് പഠിപ്പിച്ചപ്പം ജസ്റ്റ് കാണിച്ച് തന്നിരുന്നു ചെറിയ പ്രോബ്ലംസ്. അതൊക്കെ നോക്കി വയ്ക്കുന്നത് ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് തോന്നുന്നു. കാരണം PSCയുടെ കാര്യവും ഇപ്പോഴത്തെ ട്രെൻഡൊക്കെ അനുസരിച്ച് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് നോക്കാം. പിന്നെ ഏതാണ് പ്രോബ്ലം സാധാരണ വരാറുള്ളത്? മറ്റേ കോൺട്രിബ്യൂഷൻ, മാർജിൻ ഓഫ് സേഫ്റ്റി, PV റേഷ്യോ, അതൊക്കെ എന്തായാലും നോക്കണം. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും നോക്കുക. ഇനി ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ് ലിമിറ്റഡ് ഇഷ്യൂഡ് 1,09% ഡിബഞ്ചേഴ്സ് ഓഫ് 20 each. Calculate cost of debt capital ignoring tax if the issue is at par at a premium of 10% at a discount of 5%. 3 രീതിയിലാണ്. അറ്റ് പാർ, അറ്റ് പ്രീമിയം, അറ്റ് ഡിസ്കൗണ്ട്. 3 രീതിയിൽ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ അറ്റ് പാറിൽ കെ ഡി ഈക്വൽ ആർ ബൈ ഡി ഇൻറ്റു 100 ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ നേരെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. ആർ എന്തായിരിക്കും? 1 lakh ആണ്. 1 lakhൻ്റെ എത്ര പെർസെൻറ്റേജ്? 9%. 1 lakh ഇൻറ്റു എത്ര? 20 ഈച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 lakh ഇൻറ്റു 20 എത്ര കിട്ടും? 20 lakh ഇൻറ്റു 9% അല്ലേ ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഇൻറ്റു 9/100 ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. 1,80,000 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 6 കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എന്നാ? വാല്യൂ ഓഫ് ഡെറ്റ് നമുക്കറിയാം 20 lakh ആണെന്ന് അറിയാം. ഇനി ചെയ്താൽ മതി. 1,80,000 ഡിവൈഡഡ് ബൈ 20 lakh ഇൻറ്റു 100 എത്ര കിട്ടി? 9%. സെയിം ആസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നെ നമുക്ക് കിട്ടി. ഇതേതായിരുന്നു? പാറി ചെയ്തപ്പോൾ. ഇനി സെയിം തന്നെ പ്രീമിയം അറ്റ് 10% ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 6 കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? ഇവിടെ 6 1,80,000 ആണെന്നറിയാം. പ്രീമിയത്തിലായതുകൊണ്ട് വാല്യൂ ഓഫ് ഡെറ്റ് എന്ന് പറയുന്നത് എത്രയായി? 22 lakh ആയി. 20-ന് പകരം 20-ൻ്റെ 10% കൂടി കൂട്ടി, രണ്ടും കൂടി കൂട്ടിയപ്പോൾ 22. അപ്പോൾ അങ്ങനെ 22 lakh ആയി. അപ്പോൾ നമുക്ക് 8.18 ആണ് പ്രീമിയത്തിൽ കിട്ടുന്നത്. ഇനി ഡിസ്കൗണ്ടിലാവുമ്പോൾ 10% കുറയും. അപ്പോൾ 19 lakh ആയിരിക്കും ഡിയുടെ വാല്യൂ. അപ്പോൾ 9.47 കിട്ടും. ഇതെല്ലാവരും നോട്ടിൽ എഴുതി വയ്ക്കുക. ഏറ്റവും സിമ്പിൾ പ്രോബ്ലമാണ്, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പറ്റും. ആകെ ഈ ആർ ബൈ ഡി ഇൻറ്റു 100 മാത്രം ഓർത്ത് വെച്ചാൽ മതി. നോട്ടിൽ എഴുതി വെച്ച് തന്നെ പഠിക്കുക. എക്സാം സമയത്തൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ്ഫുള്ളായിരിക്കും. ഓക്കെ,
ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കോസ്റ്റ് ഓഫ് പെർപച്വൽ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ഇർറിഡീമബിൾ ഡെറ്റ് ആയിരുന്നു. ഇർറിഡീമബിൾ ഡെറ്റിൻ്റെയാണ് R/D × 100 പഠിച്ചത്. അത് ബിഫോർ ടാക്സ്. ആഫ്റ്റർ ടാക്സ് ആണെങ്കിൽ R × 1 - T ഡിവൈഡഡ് ബൈ D × 100. ഓക്കെ, ഇനി നമുക്ക് കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡിബഞ്ചേഴ്സ്. റിഡീമബിൾ എന്ന് വെച്ചാൽ എന്താണ്? റീപേ ചെയ്യും. റിഡീമബിൾ ഡിബഞ്ചേഴ്സ് ആർ റീപേയബിൾ ഓൺ മെച്യൂരിറ്റി. മെച്യൂരിറ്റിയിൽ റീപേ ചെയ്യും. ഇൻ അതർ വേർഡ്സ്, ദ ഡേറ്റ് ഓഫ് റീപേയ്മെൻറ്റ് ആസ് വെൽ ആസ് ദ എമൗണ്ട് ഓഫ് റീപേയ്മെൻറ്റ് ഓഫ് റിഡീമബിൾ ഡിബഞ്ചേഴ്സ് വിൽ ബി പ്രീ ഡിറ്റർമൈൻ. എന്നാണ് അത് റീപേ ചെയ്യുന്നത് എന്നുള്ള നേരത്തെ തന്നെ ഡിറ്റർമൈൻ ചെയ്ത് വയ്ക്കുന്നതാണ്. The cost of redeemable debenture is based on sale value, redemption value and period of debt. എങ്ങനെയാണ് റിഡീമബിൾ ഡിബഞ്ചറിൻ്റെ കോസ്റ്റ് നോക്കുന്നത്? ബേസ്ഡ് ഓൺ സെയിൽ വാല്യൂ, റിഡംഷൻ വാല്യൂ ആൻഡ് പീരീഡ് ഓഫ് ഡെറ്റ്. സെയിൽ വാല്യൂ നോക്കും, റിഡംഷൻ വാല്യൂ നോക്കും, പീരീഡ് ഓഫ് ഡെറ്റും നോക്കും. ഓക്കെ, ഇനി ഇതിൽ ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സും നമുക്ക് നോക്കാനുണ്ട്. ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെറ്റ് KD ബിഫോർ ടാക്സ് ആകുമ്പോൾ R പ്ലസ് ബ്രാക്കറ്റിൽ RV മൈനസ് NP ഡിവൈഡഡ് ബൈ N ഓൾ ഡിവൈഡഡ് ബൈ ഹാഫ് RV പ്ലസ് NP. ഓക്കെ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, എന്നിട്ട് ഇൻറ്റു 100 വരും. ഒന്നുകൂടി പറയാം. R പ്ലസ് RV മൈനസ് NP ഡിവൈഡഡ് ബൈ N, അത് ഫസ്റ്റ് റോ. ദെൻ ഓൾ ഡിവൈഡഡ് ബൈ ഹാഫ് ഇൻറ്റു RV പ്ലസ് NP ഇൻറ്റു 100. ഇതാണ് ബിഫോർ ടാക്സിൻ്റെ ഇക്വേഷൻ. R എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. RV എന്ന് പറയുന്നത് എന്തായിരിക്കും? റിഡംഷൻ വാല്യൂ ആണ് RV. NP എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ്സ് ആണ് NP. പിന്നെ N എന്ന് പറയുന്നത് എന്തായിരിക്കും? പീരീഡ് ഓഫ് ഡെറ്റ് ആയിരിക്കും. എത്ര കാലത്തേക്ക്, അതാണ് പീരീഡ്. ഓക്കെ, ഇനി ആഫ്റ്റർ ടാക്സ് കോസ്റ്റ്. ആഫ്റ്റർ ടാക്സിൽ വരുമ്പോൾ KD ഈക്വൽ ബിഫോർ ടാക്സ് ഇൻറ്റു 1 മൈനസ് T എന്നാട്ടോ ഇത്. 1 - T. T എന്ന് പറയുന്നത് എന്താ? ടാക്സ് റേറ്റ് ആണ്. അപ്പോൾ KD ഇൻറ്റു ബിഫോർ ടാക്സ് ഇൻറ്റു 1 - T ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത ഇക്വേഷനെ പോലെ തന്നെ ഇവിടെയും T വരും. R ഇൻറ്റു 1 - T പ്ലസ് RV മൈനസ് NP ഡിവൈഡഡ് ബൈ N ഓൾ ഡിവൈഡഡ് ബൈ ഹാഫ് RV പ്ലസ് NP ഇൻറ്റു 100. ഇവിടെ ഒരു ഇൻറ്റു 100 കൂടി ഉണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവർ ശ്രദ്ധിച്ച് ഈ രണ്ടെണ്ണം എഴുതിയെടുക്കുക കേട്ടോ. ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ ഫോണിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പിന്നെ ബൈ ഒന്നും ചെയ്യാനും പറ്റില്ല. അങ്ങനെ വന്നതാട്ടോ, സോറി. ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് എഴുതിയെടുക്കുക ജസ്റ്റ്. ഇതിൻ്റെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ചെറിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് ഈ ഇക്വേഷൻ പഠിച്ചാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റത് ഇതിന് തൊട്ട് മുമ്പ് കാണിച്ചത് എന്തായാലും നോക്കുക. ഇത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റെന്തായാലും നോക്കണം കേട്ടോ. നോക്കിയേ, എക്സ് ലിമിറ്റഡ് ഇഷ്യൂസ് 10% ഡിബഞ്ചേഴ്സ് ഓഫ് 10 lakh ആൻഡ് റിയലൈസസ് 9,80,000 ആഫ്റ്റർ പേയിങ് 2% കമ്മീഷൻ ടു ബ്രോക്കേഴ്സ്. ദ ഡിബഞ്ചേഴ്സ് ആർ റിഡീമബിൾ അറ്റ് ദ എൻഡ് ഓഫ് 10th year. ദ റേറ്റ് ഓഫ് ടാക്സ് 30%. അങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ റിഡംഷൻ വാല്യൂ എത്രയാണ്? 10 lakh ആണ്. നെറ്റ് എത്ര കിട്ടിയത്? റിയലൈസ് ചെയ്തതാണ് നെറ്റ് പ്രൊസീഡിൽ വരുന്ന 9,80,000. റിഡംഷൻ വാല്യൂ 10ഉം നെറ്റ് പ്രൊസീഡ് 9,80,000 ആണ് കിട്ടി. ഇനി കോസ്റ്റ് ഓഫ് ഡെറ്റ് കാണാൻ എന്ത് ചെയ്യാം? ഇവിടെ റിഡംഷൻ വാല്യൂ എന്ന് പറയുന്നത് 10 lakh ആണ്. നെറ്റ് പ്രൊസീഡ്സ് 9,80,000. ഇവിടെ ആഫ്റ്റർ ടാക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട് 30%. അപ്പോൾ ആഫ്റ്റർ ടാക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ആഫ്റ്റർ ടാക്സ് കാണാനുള്ള ഇക്വേഷൻ ഇതിലില്ല. തൊട്ട് മുമ്പ് പറഞ്ഞത് R ഇൻറ്റു 1 - T എന്നത് മാത്രം ചേർത്താൽ മതി, വേറെ ഒരു വ്യത്യാസവുമില്ല ബിഫോർ ടാക്സ് ആയിട്ട്. അപ്പോൾ R ഇൻറ്റു 1 - T പ്ലസ് RV മൈനസ് NP ബൈ N ഓൾ ഡിവൈഡഡ് ബൈ ഹാഫ് RV പ്ലസ് NP ഇൻറ്റു 100. അപ്പോൾ അത് തന്നെ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിൽ R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 1 lakh കണ്ടുപിടിക്കുക, അതായത് 10 lakhൻ്റെ 10%. അപ്പോൾ 1 lakh കിട്ടി. പിന്നെ 1ൽ നിന്ന് എത്ര കുറയ്ക്കണം? ടാക്സ് റേറ്റ് 30%. അപ്പോൾ 0.30 കുറയ്ക്കുക. ബാക്കി നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഡെറ്റ് ആഫ്റ്റർ ടാക്സ് എത്ര കിട്ടി? 7.2% എന്ന് കിട്ടി. ഓക്കെ, ഇത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഫസ്റ്റ് പറഞ്ഞ പ്രോബ്ലം എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി നമ്മൾ
കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് നോക്കി? കോസ്റ്റ് ഓഫ് ഇർറിഡീമബിൾ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ പെർപച്വൽ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കി, പെർപച്വൽ ഡിബഞ്ചേഴ്സ്. പിന്നെ കോസ്റ്റ് ഓഫ് റിഡീമബിൾ നോക്കി. ഇനി കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. Preference shares are issued with an offer of fixed rate of dividend to the shareholders. Preference shareholdersന് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആയിരിക്കും കിട്ടുന്നത്. നോർമലി കമ്പനീസ് പേ പ്രിഫറൻസ് ഡിവിഡൻഡ് വിതൗട്ട് ഫെയിൽ ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ്. എന്തുകൊണ്ടാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വിൽ ഗെറ്റ് ഡിവിഡൻഡ് ഓൺലി ആഫ്റ്റർ ദ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുകയുള്ളൂ. പിന്നെയോ എ കമ്പനി വിച്ച് ഫെയിൽസ് ടു പേ പ്രിഫറൻസ് ഡിവിഡൻഡ് വിൽ ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു മൊബിലൈസ് ഫണ്ട്. ഇപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫണ്ട് ഒന്ന് മൊബിലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്ന്. അതായത് അവർക്കപ്പോൾ കിട്ടിയില്ലല്ലോ എന്നൊരു ഇത് പുറത്ത് വരും. ഓക്കെ. നോൺ പേയ്മെൻറ്റ് ഓഫ് പ്രിഫറൻസ് ഡിവിഡൻഡ് വിൽ ലീഡ് ടു ദ ഇൻക്ലൂഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. കമ്പനി മാനേജ്മെൻറ്റിൽ അവരെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. നോർമലി പ്രിഫറൻസ് ഡിവിഡൻസ് ആർ ക്യുമുലേറ്റീവ് ആൻഡ് ഹെൻസ് ദ കമ്പനി വിൽ ഹാവ് ടു പേ ഡിവിഡൻഡ് അൾട്ടിമേറ്റ്ലി. എന്താ പറയുന്നത്? ക്യുമുലേറ്റീവ് ആവാറുണ്ട്. അതായത് അക്യുമുലേറ്റ് ചെയ്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു മാസം നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ല, ഡിവിഡൻഡ് പേ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് അക്യുമുലേറ്റ് ചെയ്ത് നമ്മൾ ടോട്ടലായിട്ട് പിന്നെ പ്രോഫിറ്റ് ഉള്ളപ്പോൾ കൊടുക്കും. അതാണ് നോർമലി പ്രിഫറൻസ് ഡിവിഡൻസ് ഒക്കെ ക്യുമുലേറ്റീവ് ആണ്. അതുകൊണ്ട് അപ്പോൾ തന്നെ പേ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ 4 പോയിൻറ്റ്സ്. ഇനി interest on debenture is a deductible expense for tax purpose while dividend is not a deductible expense. ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ടാക്സ് ഡിഡക്റ്റബിൾ ആണ്, പക്ഷേ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ടാക്സ് ഡിഡക്റ്റബിൾ അല്ല. ഓക്കെ, അതും ഓർത്ത് വയ്ക്കുക. ഇനി ഈ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഇർറിഡീമബിൾ അല്ലെങ്കിൽ പെർപച്വൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വരുന്നുണ്ട്. Okay, preference shares which are not repayable during the lifetime of the company are called irredeemable. Debentures പറഞ്ഞ പോലെ തന്നെ ലൈഫ് ടൈമിൽ റീപേ ചെയ്യില്ലാത്ത പ്രിഫറൻസ് ഷെയർസ് ആണ് irredeemable preference shares. Such cost of such irredeemable preference share capital is computed as follows. ഇതിൻ്റെ പഠിച്ചു വയ്ക്കണം. irredeemable preference share എങ്ങനെ കണ്ടുപിടിക്കും? KP പ്രിഫറൻസ് ഷെയർസിൻ്റെ KP ട്ടോ. DP ഡിവൈഡഡ് ബൈ NP ഇൻറ്റു 100. DP എന്ന് പറയുന്നത് ഡിവിഡൻഡ്, NP നെറ്റ് പ്രൊസീഡ്സ്. അപ്പോൾ മറ്റേത് നമ്മൾ ഡിബഞ്ചേഴ്സിൻ്റെ ആദ്യം എന്ത് പഠിച്ചു? R/D എന്ന് പഠിച്ചു അല്ലേ? KD ഈക്വൽ R/D എന്ന് പറഞ്ഞു. ഇവിടെ KP ഈക്വൽ D/NP, DP/NP. ഇനി ഇതും ഏതെങ്കിലും പ്രിഫറൻസ് വരുമ്പോൾ നേരിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നേരിട്ട് ചെയ്യാൻ പറ്റും. ഇക്വേഷൻ ഓർക്കിയാൽ മതി. കോസ്റ്റ് ഓഫ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. റിഡീമബിൾ. In case of redeemable preference share capital is paid back to the shareholders after the specified period. Specified period കഴിയുമ്പോൾ റീപേ ചെയ്യുന്നതാണ്. In other words, preference shares repayable after a stipulated period are called redeemable preference shares. ഒരു പീരീഡ് കഴിയുമ്പോൾ റീപേ ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർസിനെയാണ് redeemable preference shares എന്ന് പറയുന്നത്. ഇത് കാണാനുള്ള ഇക്വേഷൻ DP plus RV minus NP divided by N all divided by half RV plus NP into 100. DP എന്ന് പറയുന്ന ഡിവിഡൻഡ്, RV റിഡംഷൻ വാല്യൂ, NP നെറ്റ് പ്രൊസീഡ്സ് ആൻഡ് നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ, ഇത്രയാണ്. ഇനി നമുക്ക് അടുത്ത ഇതായ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലാണ് പഠിക്കാനുള്ളത്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കുറച്ച് മെത്തേഡ്സ് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? EPS പഠിക്കണം, പിന്നെ ഡിവിഡൻഡ് പ്രൈസ് മെത്തേഡ് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. Under dividend price method or dividend yield method, the cost of equity capital is ascertained as a percentage of expected dividend on equity capital collected by the company. Percentage on expected dividend on equity capital. അതാണ് ഡിവിഡൻഡ് പ്രൈസ് മെത്തേഡ് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ അതെങ്ങനെ കണ്ടുപിടിക്കാം? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി KE ഈക്വൽ D/NP ഇൻറ്റു 100. D എന്ന് പറയുന്നത് ഡിവിഡൻഡ്, NP എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ്സ്. ഓക്കെ, ഇപ്പോൾ ഡിവിഡൻഡ് പ്രൈസ് മെത്തേഡ് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ്. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ അല്ലെങ്കിൽ
കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് നമ്മളോട് ചോദിക്കുക, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഏതാണ് അല്ലെങ്കിൽ പറ്റാത്തത് ഏതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ മെത്തേഡ്സ് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഡിവിഡൻഡ് പ്രൈസ് മെത്തേഡ് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് ഡിവിഡൻഡ് ഈൽഡ് പ്ലസ് ഗ്രോത്ത് മെത്തേഡ്. Dividend price method, തൊട്ട് മുമ്പ് പഠിച്ച മെത്തേഡ്, ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ആർ റെഡി ടു പർച്ചേസ് ഷെയർസ് അറ്റ് എ ഗിവൺ പ്രൈസ് വിത്ത് ദ എക്സ്പെക്ടേഷൻ ഓഫ് മിനിമം റിട്ടേൺ. അപ്പോൾ തൊട്ട് മുമ്പ് പഠിച്ച ഡിവിഡൻഡ് പ്രൈസ് മെത്തേഡിന് ഒരു അസംഷൻ ഉണ്ട്, ഒരു ബേസ്ഡ് ഓൺ അസംഷൻ. എന്താ അസംഷൻ എന്ന് പറയുന്നത്, ഇൻവെസ്റ്റേഴ്സ് പർച്ചേസ് ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, ദെൻ ഇവിടെ പറയുന്നത് എന്താ, in the case of such company where the dividend payout ratio is less than 100% ആണെങ്കിൽ cost of equity capital is computed under dividend yield plus growth method. less than 100% ആണ് dividend payout ratio എങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യുന്നു, dividend yield plus growth method യൂസ് ചെയ്യുന്നു. ഇവിടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാൻ KE = D1 ഡിവൈഡഡ് ബൈ MP പ്ലസ് G × 100. D1 എന്ന് പറയുന്നത് ഡിവിഡൻഡ് എക്സ്പെക്റ്റഡ് ആണ്. P എന്ന് പറയുന്നത് എന്താണ്, ഇഷ്യൂ പ്രൈസ് ഓഫ് ഷെയർ ലെസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ചിട്ട് കാണിക്കണം. പിന്നെ G എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് ആണ്. ഓക്കെ, ഇതിൽ P അല്ലെങ്കിൽ MP കാണാനുള്ള, ഫ്ലോട്ടേഷൻ കോസ്റ്റ് കാണാനുള്ളതാണ് ഏത്, P ഓർ MP കാണാൻ എന്ത് ചെയ്യുക, D ഡിവൈഡഡ് ബൈ KE മൈനസ് G ചെയ്താൽ മതി. KE എന്ന് പറയുന്നത് ഏതാണ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി മൈനസ് G, D ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി മൈനസ് G ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് P ഓർ MP കിട്ടും. അടുത്ത മെത്തേഡാണ് ഏർണിംഗ് പ്രൈസ് മെത്തേഡ്. EP റേഷ്യോ അപ്രോച്ച് എന്നും അറിയപ്പെടുന്നു. ഞാൻ ആദ്യം ഫസ്റ്റ് EPS എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു അല്ലേ. ഇത് ഏർണിംഗ് പ്രൈസ് മെത്തേഡ് ആട്ടോ, EP റേഷ്യോ അപ്രോച്ച് എന്നും അറിയപ്പെടുന്നു. ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് മെഷേർഡ് അണ്ടർ ദിസ് മെത്തേഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ ഏർണിംഗ് പെർ ഷെയർ ആൻഡ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. ഏതൊക്കെ തമ്മിലുള്ള പ്രൊപ്പോർഷൻ, ഏർണിങ്സും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള പ്രൊപ്പോർഷൻ. എക്സ്പെക്റ്റഡ് ഏർണിംഗ് പെർ ഷെയറും മാർക്കറ്റ് പ്രൈസ് പെർ ഷെയറും തമ്മിലുള്ള പ്രൊപ്പോർഷനാണ് ഇവിടെ കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനുള്ള ഇക്വേഷൻ നോക്കി, E ഡിവൈഡഡ് ബൈ P × 100. E എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഏർണിംഗ് പെർ ഷെയർ, EPSും P എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയറുമാണ്. അടുത്ത മെത്തേഡാണ് റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ്. ഇപ്പോൾ നാലാമത്തെ മെത്തേഡാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയുടെ കീഴിൽ പഠിക്കുന്നത്. ഏതാണ്, റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ്. ഇനി ഫോർത്ത് മെത്തേഡാണ് റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ്. എന്താ നോക്കി, വൺ ഓഫ് ദ സീരിയസ് ലിമിറ്റേഷൻ ഓഫ് യൂസിങ് ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ് ഓർ ഏർണിംഗ്സ് ഈൽഡ് മെത്തേഡ് ഈസ് ദ പ്രോബ്ലം ഓഫ് എസ്റ്റിമേറ്റിംഗ് ദ എക്സ്പെക്ടേഷൻ ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് റിഗാർഡിംഗ് ഫ്യൂച്ചർ ഡിവിഡൻഡ്സ് ആൻഡ് ഏർണിങ്സ്. എന്തിനെ പറ്റിയിട്ടുള്ളത്, എക്സ്പെക്റ്റേഷൻ, ഇൻവെസ്റ്റേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ എസ്റ്റിമേറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു പ്രോബ്ലം ഏതിൽ വരാറുണ്ട്, ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡിലും ഏർണിങ്സ് ഈൽഡ് മെത്തേഡിലും വരാറുണ്ട്. ആ ഒരു ഡ്രോബാക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡ് വിച്ച് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ ആക്ച്വൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ റിയലൈസ്ഡ് ഇൻ ദ പാസ്റ്റ് മേ ബി അപ്ലൈഡ് ടു കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ആക്ച്വൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എവിടെ എടുക്കുന്നത്, ഈ റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡിൽ എടുക്കുന്നത്. ഓക്കെ, to calculate average rate of return realized, dividend received in the past along with the gain realized at the time of sale of shares should be considered. ഏതൊക്കെ കൺസിഡർ ചെയ്യും, പാസ്റ്റ് കിട്ടിയ ഡിവിഡൻറ്റും അതോടൊപ്പം തന്നെ ഷെയർ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗെയിനും കൺസിഡർ ചെയ്യും. ഇപ്പോൾ റിയലൈസ്ഡ് ഈൽഡ് മെത്തേഡിൽ ഏതാണ് കൺസിഡർ, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കേട്ടോ. ആക്ച്വൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ റിയലൈസ്ഡ് ഇൻ ദ പാസ്റ്റ് ഈസ് കൺസിഡേർഡ്. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കഴിഞ്ഞു, അടുത്തത് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ്. കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്. ഇറ്റ് ഈസ് സംടൈംസ് ആർഗ്യൂഡ് ദാറ്റ് റീറ്റേൺഡ് ഏർണിംഗ് ഡു നോട്ട് ഇൻവോൾവ് എനി കോസ്റ്റ് ബിക്കോസ് എ ഫേം ഈസ് നോട്ട് റിക്വയർഡ് ടു പേ ഡിവിഡൻഡ്സ് ഓൺ റീറ്റെയിൻഡ് ഏർണിംഗ്. അല്ലേ, റിട്ടേൺഡ് ഏർണിങ്സിന് നമ്മൾ ഡിവിഡൻഡ് ഒന്നും പേ ചെയ്യാറില്ല. ഇറ്റ് ഈസ് ദസ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഡിവിഡൻഡ്സ് ഫോർഗോൺ ബൈ ഷെയർ ഹോൾഡേഴ്സ്. അതുകൊണ്ട് റീറ്റേൺഡ് ഏർണിങ്സിന് എന്ത് പറയാം, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് റീറ്റേൺഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിവിഡൻഡ് അതിന് ഇപ്പം പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊരു പാർട്ട് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കും, ബാക്കി പാർട്ട് നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട്, അതായത് കമ്പനിയുടെ എക്സിസ്റ്റിംഗ് കമ്പനി ഒന്ന് വികസിപ്പിക്കാനോ ഗ്രോത്തിനോ എക്സ്പാൻഷനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ ഡിവിഡൻഡ് മേലുള്ള
അത്രയും ഡിവിഡൻഡ് അവിടെ കുറഞ്ഞു പോവല്ലേ, അതാണ് നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഡിവിഡൻസ് ഫോർഗോൺ ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഏതിനെ? കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സിന്. അപ്പോൾ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സിനെ ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഡിവിഡൻസ് ഫോർഗോൺ ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് എന്ന് അറിയപ്പെടും. ദെൻ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് കാണാനുള്ള ഒരു ഇക്വേഷനാണ് KR. R എന്ന് പറയുന്ന റീറ്റെയിൻഡ് ഏർണിംഗ്. KR ഈക്വൽ EPS ഡിവൈഡഡ് ബൈ MP ഇൻറ്റു 1 മൈനസ് T ഇൻറ്റു 1 മൈനസ് B ഇൻറ്റു 100. EPS എന്ന് പറയുന്നത് എന്താണ്? ഏർണിങ്സ് പെർ ഷെയർ ആണ്. M മാർക്കറ്റ് പ്രൈസ് ആണ്. T ടാക്സ് റേറ്റ്. B എന്ന് പറയുന്നത് ബ്രോക്കറേജ് ആണ്. Since KE equal EPS by MP, the above equation may be briefed as ചെറിയ ഇക്വേഷൻ ആയിട്ട് ചെറുതാക്കിയേക്കുന്നതാണ്. KR equal KE into 1 minus T into 1 minus B എന്ന് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ളൊരു കുഞ്ഞു പ്രോബ്ലം ആണിത്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇല്ല നമുക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നേരിട്ട് തന്നിട്ടുണ്ട്, KE നേരിട്ട് തന്നിട്ടുണ്ട്. ടാക്സ് എത്രയാ? 30% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബ്രോക്കറേജ് 2% ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇക്വേഷനിലേക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. KR ഈക്വൽ ഏത് ഇക്വേഷൻ എടുക്കണം? KE ഇൻറ്റു 1 മൈനസ് T ഇൻറ്റു 1 മൈനസ് B എടുക്കുക. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് KR എന്ന് പറയുന്നത് 13.72 എന്നത് കിട്ടും. ഓക്കെ, ഇപ്പോൾ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് പഠിച്ചു. അടുത്തത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് അല്ലെങ്കിൽ കമ്പോസിറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്? The overall cost of capital may be defined as the rate of return that must be earned by the firm in order to satisfy the requirements of the different categories of investors. Total ആയിട്ടുള്ള ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് എല്ലാ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഇൻവെസ്റ്റേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ദ മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ദ ഫേം. ഒരു ഫേമിനുള്ള മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഇത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓവറോൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ WACC. അപ്പോൾ WACCയുടെ ഫുൾ ഫോം എന്താണ്? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതെങ്ങനെ കണ്ടുപിടിക്കും? വെയ്റ്റഡ് ആവുമ്പോൾ നമ്മൾ ആഡ് ചെയ്താൽ മതി അല്ലേ? KE ഇൻറ്റു W1 plus KD into W2 plus KP into W3 plus KR into W4. KE എന്ന് പറയുന്നത് എന്താണ്? ഇക്വിറ്റി. D ഡെറ്റ്. P പ്രിഫറൻസ്. R എന്ന് പറയുന്നത് റീറ്റെയിൻഡ് ഏർണിങ്സ്. ഓക്കെ, ഇതിൽ പിന്നെ ഓരോന്ന് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാമല്ലോ. W1 W2 എന്ന് പറയുന്നത് അതിൻ്റെ ആ പ്രൊപ്പോർഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. മാർജിനൽ കോസ്റ്റ് നമ്മൾ കോസ്റ്റിങ്ങിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? മാർജിനൽ എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ഓർമ്മ വരണം? അഡീഷണൽ എന്ന് ഓർമ്മ വരണം. അപ്പോൾ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തായിരിക്കും? As seen earlier, it is possible to calculate the weighted average cost of capital based on book value or on market value of security. Similarly, when a firm raises additional capital, it is essential to estimate the weighted average cost of new or additional capital. The cost so worked out is marginal cost of capital. നമ്മൾ അഡീഷണൽ ക്യാപിറ്റൽ ഫേമിലേക്ക് റൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പുതിയതായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യണ്ടേ? അഡീഷണൽ ക്യാപിറ്റൽ എത്രയാണ് എസ്റ്റിമേറ്റ് ചെയ്യണം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കോസ്റ്റ് സോ വർക്ക്ഡ് ഔട്ട് ഈസ് കോൾഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. The term, team അല്ല കേട്ടോ അവിടെ, the term marginal weights refers to the percentage share of different financial resources which a firm intends to employ for a proposed project. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ടെക്സ്റ്റിൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മുടെ ടെക്സ്റ്റ് ഏതാണ്? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ തന്നെ തേർഡ് സെം. ഓക്കെ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് തേർഡ് സെമ്മിലെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസ് ചെയ്തിരിക്കുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഡെറ്റ് പഠിക്കാനായിട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്ത് ഓർമ്മ വന്നാൽ മതി? മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ. പിന്നെ ആ ടൈപ്സ് ഓഫ് കോസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്താണ്? ഇംപ്ലിസിറ്റ് എന്താണ്? ഇംപ്ലിസിറ്റിൻ്റെ വേറൊരു പേരെന്തായിരുന്നു? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. എക്സ്പ്ലിസിറ്റ് എന്താണ്? ഇംപ്ലിസിറ്റ് എന്താണ്? പിന്നെ ഹിസ്റ്റോറിക്കൽ എന്തായിരുന്നു? ഫ്യൂച്ചർ കോസ്റ്റ് എന്തായിരുന്നു? അങ്ങനത്തെ കാര്യങ്ങൾ നോക്കണം. പിന്നെ
പല ടൈപ്പ് ഉണ്ട്. അതായത് കോസ്റ്റ് ഓഫ് ഡെറ്റ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ്, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്, പിന്നെ അവസാനം പഠിച്ച WACCയും മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും. ഇത്രയാണ് നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ പഠിക്കാനുള്ളൂ. ഇതിൽ ചെറിയ 2 പ്രോബ്ലംസ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കണം, ഇപ്പം തന്നെ അത് എഴുതി വയ്ക്കണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കറിയാലോ ഈ PDF ടെക്സ്റ്റിൽ നിന്ന് ഇതൊക്കെ എടുത്ത് ഈ PDF തയ്യാറാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ചെറിയ കാര്യമൊന്നുമല്ല. അതിന് വേണ്ടി തന്നെ കുറേ സമയം പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ്സൊക്കെ കാണുക, എല്ലാവരും PDF മാത്രം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ക്ലാസ് കാണുക. നിങ്ങൾക്ക് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് PDF ടെലഗ്രാമിലേക്ക് ഇട്ട് തരുന്നുണ്ട്. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എന്നാലും PDF കൂടെ നിങ്ങൾ ക്ലാസ് ഒന്ന് കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ കമൻറ്റും ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിൽ ബാക്കി ക്യാപിറ്റൽ സ്ട്രക്ചറിനെ പറ്റി പഠിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.